റീല് വണ്ടിക്കൊണ്ടിരിക്കായിരിക്കില്ലേ? എന്നാൽ റീല് വണ്ടിക്കൊണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കിയാലോ? നമ്മൾ പണ്ട് വരെ കേൾക്കുന്ന ഒരു സംഭവമല്ലേ? സ്കൂൾ മുതൽ നല്ല പഠിക്കണം, നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കണം, നല്ലൊരു സ്കില്ലുണ്ടാക്കി ജോലിക്ക് കയറണം, ജീവിതാവസാനം വരെയോ എന്നാൽ ഒരാളെ കീഴിൽ സാലറിയും കിട്ടി ജീവിക്കുക വേണം. എന്നാൽ ചിലവരോ ഒരു കുറച്ചു കാലം പണിയെടുക്കും, കുറച്ച് പൈസ ഉണ്ടാക്കും, പിന്നെ ആ പൈസ വെച്ച് പൈസ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. അതാണ് മൈൻഡ് സെറ്റ്. ഇങ്ങക്കും ഉണ്ടാക്കാതെ അതിനുമ്മേ ഒരു കഥ പറയാം. ഒരു കുട്ടിക്ക് രണ്ട് അച്ഛന്മാരുണ്ട്. ഒരാൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ഒരാൾ ഭയങ്കര റിച്ച് ആണ്. ഒരാള് ഡെയിലി ജോലിക്ക് വന്നു, എന്നിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യും, പക്ഷെ ഒരു മന്ത് കഴിയുമ്പോൾ വീണ്ടും ജോലിക്കും, സാലറി കിട്ടിയാൽ തീരും വീണ്ടും ജോലിക്കും. ഒരച്ഛന് റിച്ച് ആണ്, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ല, സ്കൂളിൽ പകുതി ഡ്രോപ്പ് ചെയ്തതാണ്, പക്ഷെ എങ്ങനെ പൈസ ഉണ്ടാക്കും? അപ്പൊ ആ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, പൈസ ഉണ്ടാക്കുന്നത് പൈസ കൊണ്ട് തന്നെയാണ്, അല്ലാതെ കുറെ കാലം ജോലി ചെയ്തുകൊണ്ടല്ല. റിച്ച് ആളുകൾ എപ്പോഴും അസറ്റ് വാങ്ങിക്കൂട്ടും, പക്ഷെ പാവപ്പെട്ടവരോ എപ്പോഴും ലയബിലിറ്റീസ് വാങ്ങിക്കൂട്ടും. ഇതിനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എടാ, റിച്ച് ആവാൻ വേണ്ട ഒരു മൈൻഡ് സെറ്റാണ്. എന്നാൽ ആ മൈൻഡ് സെറ്റ് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതൊന്ന് വായിച്ചു നോക്കണം, നിങ്ങളെ മൈൻഡ് തന്നെ മാറ്റാൻ കഴിയും. ഫിനാൻഷ്യലി റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അതാണ് റോബർട്ട് കിയോസ്കിന്റെ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ്. ഞാൻ എന്റെ അക്കൗണ്ടിൽ 30 ഡേ ഒരു ചലഞ്ച് നടത്തുന്നുണ്ട്. ഇന്ന് ഡേ 8 ആണ്. ഒന്ന് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സീ യു.